ഹായ്, വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു സോഷ്യോളജിയുടെ ചാപ്റ്ററുമായിട്ടാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന സോഷ്യോളജി ചാപ്റ്റർ എന്നുള്ളത് ചാപ്റ്റർ 16 ആണ്. ഓക്കെ, എന്താണ് ചാപ്റ്റർ 16 പറയുന്നത് നമുക്ക് നോക്കാം. ഹെഡിങ് നോക്കൂ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻസ്, സാമൂഹ്യ ശ്രേണീകരണത്തെ കുറിച്ചാണ് നമ്മൾ എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിലെ ശ്രേണീകരണം അത് നമുക്കറിയാം അല്ലെ, ജാതീയപരമായിട്ടും വർഗപരമായിട്ടും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ശ്രേണീകരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടുവരുന്നുണ്ട് അല്ലെ. വലിയവൻ ചെറിയവൻ, സമൂഹത്തിൽ വലിയ ഉയർന്ന ആളുകൾ താഴ്ന്ന ആളുകൾ അല്ലെ, വർഗവും ജാതിയും തമ്മിൽ എന്തുണ്ട് വ്യത്യാസമുണ്ടെങ്കിൽ ഈ ശ്രേണീകരണം എന്താണ് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നമ്മൾ നിർബന്ധമായിട്ട് അല്ലെങ്കിൽ സാധാരണയായിട്ട് അല്ലെങ്കിൽ എന്താണ് ഇന്ന് നമ്മുടെ ശ്രേണീകരണം അതൊരു നിർബന്ധിതമായിട്ടുള്ള അവസ്ഥയാണ്. താഴ്ന്ന തട്ടിലുള്ളവൻ എന്നും ആ താഴ്ന്ന തട്ടിലാണ്, ഉയർന്ന തട്ടിലുള്ളവരെന്നും ഉയർന്ന തട്ടിലാണ്, താഴ്ന്ന തട്ടിലവൻ ഉയർന്ന തട്ടിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ. ഈ ഒരു ശ്രേണീകരണം നമ്മുടെ സമൂഹത്തിൽ എന്തുണ്ട് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സാമൂഹ്യ ശ്രേണീകരണം എന്താണെന്ന് എന്ത് ചെയ്യാം, നമുക്ക് നിർവചിക്കാം. നോക്കൂ, മേലാളത്തെ അല്ലെങ്കിൽ കീയാളത്തെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പര ബന്ധിതമായിട്ടുള്ള സ്ഥിര സംഘങ്ങളോ അല്ലെങ്കിൽ ഗണങ്ങളോ സമൂഹത്തെ വിഭജിക്കുന്ന സാമൂഹിക ശ്രേണീകരണം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യ സമൂഹങ്ങളിലും കാണപ്പെടുന്ന പ്രത്യേകതയാണ് ശ്രേണീകരണം അഥവാ ശ്രേണിവൽക്കരണം. ഏതൊരു സമൂഹത്തിനും ജനങ്ങൾക്കിടയിലുള്ള വർഗീകരണവും ക്രമീകരണവും സ്ഥാനനിർണയവും ആണ് സാമൂഹികമായുള്ള വർഗീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ് സാമൂഹ്യ ശ്രേണീകരണം, എന്താണ് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് അല്ലെ, നമ്മൾ ശ്രേണീകരണത്തിൽ നമുക്ക് കണ്ടുവരുന്നത് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ജാതീയത എന്നുള്ളത് അല്ലെ. അപ്പൊ ജാതി എന്ന് പറയുന്നത് ഒരാൾ ഒരു വർഗത്തിൽ ജനിക്കുകയും ആ വർഗത്തിൽ നിന്നും മാറാൻ യാതൊരു മാർഗവും ഇല്ലാതിരിക്കുന്ന വിധത്തിൽ അയാളുടെ പദവി മുൻകൂട്ടി നിർണയിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ എന്താണ് ആ വർഗസമിതിയാണ് ജാതീയത എന്ന് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിന് ഒരിക്കലും എന്താവില്ല അതിൽ നിന്നും മറ്റൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ അതിലേക്കുള്ള ഉയർന്നൊരു സ്റ്റേജിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ജാതീയത എന്നുള്ളത്. നോക്കൂ, ജാതി സംവിധാനത്തിന്റെ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. എന്തൊക്കെയാ ഗുണങ്ങൾ? സമൂഹത്തിലെ ഐക്യരൂപമുള്ള വിഭാഗമാണ് ജാതി എന്നുള്ളത്. ജാതീയത ഒരേ ജാതിയിൽപ്പെട്ടവർക്കിടയിലും സഹകരണ ബോധവും അവബോധവും ഉളവാക്കുന്നു. സാമൂഹ്യ സുസ്ഥിരതയുടെ ഉറവിടമാണ് ജാതീയത എന്നുള്ളതും. ഹിന്ദു സമൂഹത്തിന്റെ ഘടന വ്യത്യസ്തമായ ജാതി വർത്തിക്കുന്നു. മിശ്ര വിവാഹ നിരോധനത്തിലൂടെ ജാതി വംശശുദ്ധി എന്ത് ചെയ്തു പരിപാലിക്കുന്നു. ഇതൊക്കെയാണ് ജാതിയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഈ ദോഷങ്ങൾ നോക്കൂ, ജാതി വ്യത്യസ്ത സാമൂഹികമായിട്ടുള്ള സംഘർഷം ഉണ്ടാക്കുന്നു. ജാതി ചിന്ത ദേശീയ അവബോധത്തിന്റെ വളർച്ച എന്ത് ചെയ്യുന്നു, തടയുന്നു എന്നുള്ളതാണ്. ജനാധിപത്യ വളർച്ചയ്ക്ക് എന്ത് ചെയ്യുന്നു, ജാതീയത തടസ്സമാകുന്നു. സ്ത്രീകളുടെ പദവി എന്ത് ചെയ്യുന്നു, ക്ഷയിക്കുന്നു. മതപ്രവർത്തനങ്ങൾക്ക് ജാതീയമായിട്ടുള്ള വിവേചനം എന്ത് ചെയ്യുന്നു, കാരണമാകുന്നു എന്നുള്ളതെല്ലാം ജാതീയതയുടെ ദോഷങ്ങളാണ്. ഇനി നോക്കൂ, മറ്റൊരു വിഭാഗമാണ് വർഗം. എന്താണ് വർഗം? ഒരു സമൂഹത്തിന്റെ ഏറെക്കുറെ ഒരേ സാമൂഹിക പദവിയിലുള്ള ആളുകളുടെ, ഇത് പദവി അനുസരിച്ച് അല്ലെ നമ്മൾ തിരിക്കുന്ന വർഗം അല്ലെ, ഒരേ സാമൂഹിക പദവിയിലുള്ള ആളുകളുടെ കൂട്ടമാണ് എന്ത് വർഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരേ പദവിയിലുള്ള സംഘമായിരിക്കും. പദവി നേടുന്നതാണ് ജന്മനാൽ ലഭിക്കുന്നതല്ല ഏത് വർഗത്തിൻ്റെത്. പിന്നെ വർഗ സംവിധാനം സർവ്വലൗകികമാണ്. വർഗ വ്യവസ്ഥതയിൽ 3 തരം വികാരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഒന്നാണ് അസമത്വം, അപകർഷതാബോധം, ഉത്കൃഷ്ടതാബോധം എന്നിങ്ങനെ. സാമൂഹ്യ വർഗം താരതമ്യേന സുസ്ഥിരമായ ഒരു ഗ്രൂപ്പ് ആയിരിക്കും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, സാമൂഹ്യ വർഗത്തെ മറ്റു വർഗത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവരുടെ പെരുമാറ്റ രീതിയാണ് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം നോക്കൂ, വർഗങ്ങൾ 3 ആയിട്ട് തരഞ്ഞിട്ടുണ്ട്. മേൽവർഗം, ഇടവർഗം, കീഴ്വർഗം എന്നിങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് 3 വർഗങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർഗങ്ങളെ കാണാൻ പറ്റും. ഇതാണ് വർഗങ്ങളുടെ സവിശേഷത എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട 1-2 വൺ വേർഡ് ക്വസ്റ്റൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. നേടിയ സ്റ്റാറ്റസുകൾ ഏതൊക്കെയാണ്? ലളിതമായ സമൂഹങ്ങൾ, സങ്കീർണമായ സൊസൈറ്റികൾ, നാടോടി സമൂഹങ്ങൾ, കാർഷിക സംഘങ്ങൾ, കോംപ്ലക്സ് സൊസൈറ്റികൾ അല്ലെ. അതാണ് ബി ആണിത്, സങ്കീർണമായ കോംപ്ലക്സ് ആയിട്ടുള്ള എന്താണ് സൊസൈറ്റികളാണ് നേടുക എന്നുള്ളത്. ഇനി നോക്കും, മാർക്സിസത്തിന്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയ അധികാരത്തിന്റെ നിയന്ത്രണത്തിലേക്ക് നയിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. ഇവിടെ പറയുന്നുണ്ട്, ഉൽപാദനോപാധികളുടെ ഉടമസ്ഥത, വിഭവങ്ങളുടെ തുല്യത വിതരണം, ക്ലാസുകൾക്കിടയിൽ സാമൂഹിക അസമത്വം, സാമൂഹിക വർഗീകരണത്തിന്റെ അഭാവം. നമുക്കറിയാം ഉത്തരം ഉൽപാദനോപാധികളുടെ ഉടമസ്ഥത എന്നുള്ളതാണ് അല്ലെ. എന്താ വെച്ചാൽ രാഷ്ട്രീയ അധികാരത്തിന്റെ നിയന്ത്രണത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, അന്തസ് എന്താണ് നിർവചിക്കപ്പെട്ടിരിക്കുന്നത്? എന്തുമായിട്ടാണ് അന്തസ് എന്ന് നിർവചിക്കപ്പെട്ടിരിക്കുന്നത്? വ്യക്തികൾക്കിടയിൽ സമ്പൂർണ്ണ അസമത്വത്തിന്റെ അവസ്ഥയാണ്, അല്ലെങ്കിൽ ഉൽപാദനോപാധികളുടെ ഉടമസ്ഥാവകാശമാണ്, അല്ലെങ്കിൽ ഒരു മേഖലയിലെ മികവുമായി ബന്ധപ്പെട്ട ബഹുമാനവും പദവിയുമാണ്. ഫോർത്ത് പറയുന്നത് രാഷ്ട്രീയ അധികാരവും വിഭവങ്ങളുടെ മേലുള്ള നിയന്ത്രണമാണ്. ഇവിടെ ഉത്തരം എന്നുള്ളത് സി അല്ലെ, നമുക്ക് കാണാൻ പറ്റും. ഉത്തരം സി ആണ്. ഒരു മേഖലയിലെ മികവുമായി ബന്ധപ്പെട്ട ബഹുമാനവും പദവിയുമാണ്
എന്ത് പറയുന്നത് അന്തസ് എന്നുള്ളതിലേക്ക് അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്നുള്ളതിലേക്ക് പറയുന്നത്. സമൂഹത്തിലെ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ്? അല്ലെ, എല്ലാ അംഗങ്ങൾക്കുള്ള വിഭാഗങ്ങളുടെ തുല്യ വിതരണം, സമൂഹത്തെ പങ്കാളികളിലേക്കോ വിഭജിക്കുന്നത്, സാമൂഹിക ശ്രേണികളുടെ പൂർണ്ണ അഭാവം, എല്ലാവർക്കും ഒരേ സാമൂഹിക പദവിയുള്ള ഒരു സംവിധാനം. അല്ലെ, ഉത്തരം ബി. അല്ലെ, സമൂഹത്തെ എന്താണ് പാളികളാക്കുക എന്ന് വെച്ചാൽ വ്യത്യസ്ത കാറ്റഗറി ആക്കുന്ന വിഭജിക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് സ്ട്രാറ്റിഫിക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനേക്കാൾ ശ്രദ്ധിക്കുക, ഇതിനേക്കാൾ വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കുകളും എസ്എ ക്വസ്റ്റ്യൻസുകളും കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലാസ്സുകളും മറ്റും നിങ്ങൾക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നാഷണൽ അക്കാദമിയിൽ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഓക്കെ, താങ്ക് യു.